പ്രമുഖ മലയാളി വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായ ഡോക്ടർ CJ റോയ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ബംഗളൂരു അശോക് നഗറിലെ ഓഫീസിൽ വെച്ച് സ്വന്തം തോക്കുപയോഗിച്ച് വെടിവെച്ച് മരിക്കുകയായിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമയാണ് റോയ്. KB ശ്രീധരൻ വിവരങ്ങളുമായിട്ടുണ്ട്. ശ്രീധരൻ, വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ്. ഈ കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്നുള്ളത് പോലെ തന്നെ അത്രമാത്രം ആത്മവിശ്വാസത്തോമുള്ള ഒരു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതം, അതായത് ബിസിനസ് രംഗത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഉയർന്നു വന്നത് നോക്കുകയാണെങ്കിലൊക്കെ തന്നെയും ആ ആത്മവിശ്വാസത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് നമ്മളെ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ്, വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള വിവരമാണ്. എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ? അക്ഷയ്, ഇപ്പോൾ കൂടുതൽ വ്യക്തത ഈ വിഷയത്തിൽ വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ ED മാത്രമല്ല ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് കാര്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതായത് കോൺഫിഡന്റ് ഗ്രൂപ്പിൽ ആദായ നികുതി വകുപ്പിന്റെ ഒക്കെ റെയ്ഡ് ഉണ്ടായിരുന്നു. ഇതിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഉൾപ്പെടെ ഒരു സംശയം ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഈ നിരന്തരം റെയ്ഡുകളിൽ അദ്ദേഹം മാനസികമായി വല്ലാതെ തളർന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനെ തുടർന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു, സ്വയം ജീവനൊടുക്കി എന്നുള്ള വിവരമാണ് നിലവിൽ ജീവനക്കാർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഏതായാലും അദ്ദേഹം മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ടിലായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നിലവിൽ ജീവനക്കാരുടെ മൊഴി പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരുന്നുണ്ട്. നിലവിലേതായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് 4 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അദ്ദേഹം ഓഫീസ് മുറിയിൽ വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ശബ്ദം കേട്ട് ഉടൻ തന്നെ ജീവനക്കാർ അവിടേക്ക് ഓടിയെത്തുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്ക് അദ്ദേഹം സ്വയം നിറയൊഴിച്ച് കഴിഞ്ഞിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത്. നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം HSR ലേഔട്ടിലുള്ള ആശുപത്രിയിലാണ് നിലവിലുള്ളത്. ഏതായാലും വലിയ തോതിൽ ഈ ബംഗളൂരു കേന്ദ്രീകരിച്ചൊക്കെ നോക്കിയാൽ വലിയ തോതിലുള്ള ഒരു ബിസിനസ് സംരംഭങ്ങളൊക്കെ നടത്തി, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇത്തരത്തിൽ ജീവൻ ഒടുക്കും എന്നുള്ള ഒരു വല്ലാത്ത ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ റിയൽ എസ്റ്റേറ്റ് രംഗം ഉൾപ്പെടെ അത്തരത്തിൽ പെട്ടെന്ന് തന്നെ പടർന്ന് പന്തലിച്ച ഒരു വ്യക്തി കൂടിയാണ് CJ റോയ് എന്നുള്ളത്. നിലവിലേതായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പിൽ പോലീസിന്റെ പരിശോധനകൾ വ്യാപകമായിട്ട് നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഏതായാലും നിലവിൽ വലിയ തോതിലുള്ള പരിശോധനകൾ അശോക് നഗർ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകുന്നത്. ശ്രീധരൻ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇങ്ങനൊരു ആത്മഹത്യ, അദ്ദേഹം സ്വയം ജീവൻ ഒടുക്കുന്നു എന്നുള്ളത് ഈ നിമിഷവും നമുക്ക് വിശ്വസിക്കാനാകാത്ത ഒരു വാർത്തയാണ്. പക്ഷേ ഇങ്ങനെ കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ഓരോന്നായി. അതിൽ അദ്ദേഹത്തിന് വലിയ മനോവിഷമം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായത് എന്നുള്ളതാണ് ശ്രീധരൻ ഇപ്പോൾ പല കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് നമുക്കിപ്പോൾ ഉണ്ടാകുന്ന ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു വ്യക്തത എന്ന് പറയുന്നത്. ശ്രീധരൻ, ആത്മവിശ്വാസത്തിൻ്റെ മൂർത്തിഭാവം കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയെ അടയാളപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അങ്ങനെയാണ്. ഇപ്പോൾ അതായത് ഈ റെയ്ഡ് എന്ന് പറയുന്നത് പല കോണുകളിലായി നടക്കുന്നതാണ്. വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് പലതരത്തിൽ സ്വാഭാവികമായിട്ടുള്ള നടപടികളുടെയും ഒക്കെ ഭാഗമാവുകയും ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നിരന്തരമായി കേസുകളുടെയോ അല്ലെങ്കിൽ റെയ്ഡുകളുടെയോ ഭാഗമാവുകയായിരുന്നു. ഇങ്ങനെ വിടാതെ പിടികൂടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നും. എന്താണ് അതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിശോധനകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ? ഇങ്ങനൊരു കടുംകൈ അദ്ദേഹം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ജീവനക്കാർ നൽകിയ മൊഴി അനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ ഓഫീസുകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ED, IT പോലുള്ള സ്ഥാപനങ്ങളുടെ, പ്രത്യേകിച്ച് IT ഏജൻസികളുടെ ആദായ നികുതി വകുപ്പിന്റെ വ്യാപകമായിട്ടുള്ള റെയ്ഡ് ഉള്ളതായിട്ടുള്ള വിവരങ്ങൾ ജീവനക്കാർ നൽകുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് CJ റോയ് വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടുകളിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യ എന്നാണ് ജീവനക്കാർ പ്രാഥമികമായി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇത് പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. നിലവിലേതായാലും ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് CJ റോയ് ജീവൻ ഒടുക്കുന്നത്. ഈ സ്വന്തം റൂമിൽ, അതായത് ഓഫീസ് റൂമിൽ വെച്ച്
സ്വന്തം തോക്കുകൊണ്ട് നിറയൊഴിച്ച് അദ്ദേഹം ജീവനൊടുക്കിയെന്നാണ് ജീവനക്കാർ നൽകിയ മൊഴി. ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ജീവനക്കാരുടെ ഈ ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോൺഫിഡന്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ റെയ്ഡ് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ പരിശോധനകൾ നടന്നു വരികയാണ്. നിലവിൽ ഇത്തരത്തിലുള്ള സമ്മർദ്ദമാണോ ഈ ആത്മഹത്യക്ക് കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധന പോലീസ് നടത്തി വരികയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്ന് IT-യുടെ ഭാഗത്തുനിന്ന് ED-യുടെ ഭാഗത്തുനിന്നൊന്നും അങ്ങനെ ഒരു വ്യക്തതയൊന്നും ഇതുവരെ വന്നിട്ടില്ല. നിലവിൽ ഏതായാലും അശോക് നഗർ പോലീസ് ഇവിടെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധർക്ക് ഉൾപ്പെടെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ ബന്ധപ്പെട്ട DCP ഇവിടെ നേരിട്ടെത്തി പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഏതായാലും വലിയ താമസമില്ലാതെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം HSR ലേഔട്ടിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വൈകാതെ തന്നെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കും. ഏതായാലും പല മേഖലകളിൽ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ ബിൽഡർ എന്ന നിലയിൽ, അതുപോലെ സിനിമാ നിർമ്മാതാവ് ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച ഒരു വ്യക്തിയാണ് CJ റോയ് എന്നുള്ളത്. കലാപരമായിട്ടാവട്ടെ എല്ലാ തരത്തിലും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു മലയാളി വ്യക്തിത്വം കൂടിയാണ്. പെട്ടെന്ന് തന്നെ വലിയ തോതിൽ വളർന്ന് പന്തലിച്ച ഒരു ബിസിനസ് സാമ്രാജ്യം കൂടിയാണ്. നേരത്തെ സൂചിപ്പിച്ച തന്നെ പേരിൽ തന്നെ ആ ഒരു ആത്മവിശ്വാസം നിറയ്ക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പ്. ഏതായാലും അത്തരത്തിലുള്ള ഒരു വലിയ വ്യവസായ സ്ഥാപനത്തിന്റെ തേരാളിയാണ് ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് ജീവനൊടുക്കുന്ന രീതിയിലേക്ക് പോയിരിക്കുന്നത്. നിലവിൽ ഏതായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബന്ധുക്കളുടെയും അതുപോലെ തന്നെ ഓഫീസിലെ ജീവനക്കാരുടെയും ഒക്കെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് അശോക് നഗർ പോലീസ്. ഏതായാലും ഇക്കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ സിറ്റി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തമായിട്ടുള്ള വിശദീകരണം വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.